ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ജയചന്ദ്രൻ മാധ്യമപ്രവർത്തകരെ കാണുന്നു. തത്സമയ സംപ്രേഷണം. പിന്നെ ഈ പേഷ്യൻ്റ് നേരത്തെ ചികിത്സയിലായിരുന്നു. അപ്പോൾ അതിൽ ചില മരുന്നുകൾ തുടർച്ചയായിട്ട് കഴിക്കുന്നില്ലായിരുന്നു എന്നായിരുന്നു തോന്നുന്നത്. അപ്പോൾ പേഷ്യൻ്റ് വന്നപ്പോൾ ഉടനെ തന്നെ ചെസ്റ്റ് പെയിൻ ക്ലിനിക്കിൽ കണ്ടായിരുന്നു പേഷ്യൻറ്റിനെ. അപ്പോൾ അതുമുതൽ തന്നെ കാർഡിയോളജി ട്രീറ്റ്മെൻറ്റിലാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് പേഷ്യൻറ്റിനെ ആൻജിയോഗ്രാമിൻ്റെ ഒരു വിഷയമാണ് ഞാൻ വാർത്തയിൽ കണ്ടത്. ആക്ച്വലി ആൻജിയോഗ്രാമിൻ്റെ ടൈം കഴിഞ്ഞിരുന്നു. നമ്മുടെ കാർഡിയോളജിയിലെ പ്രൊഫസർമാരിവിടെ ഉണ്ട്. അപ്പോൾ ആൻജിയോഗ്രാമിൻ്റെ ടൈം കഴിഞ്ഞിരുന്നു. അത് 24 hours കഴിഞ്ഞ് എവോൾഡ് MI എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആൻജിയോഗ്രാമിൻ്റെ ടൈം കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് റീനൽ ഫംഗ്ഷൻ ക്രിയാറ്റിൻ കുറച്ച് എലിവേറ്റഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് പിന്നെ ആൻജിയോഗ്രാം ചെയ്യാവുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു. അതുകൊണ്ട് മെഡിക്കൽ മാനേജ്മെൻറ്റ് ആയിരുന്നു കാർഡിയോളജിക്കാർ പ്രിസ്ക്രൈബ് ചെയ്തത്. മെഡിക്കൽ മാനേജ്മെൻറ്റ് തന്നെയാണ് തുടർന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് 3-ാം തീയതി രാവിലെ, ഇത് 1-ാം തീയതി രാത്രിയാണ് അഡ്മിറ്റ് ആവുന്നത്. അത് കഴിഞ്ഞ് 3-ാം തീയതി ഈ പേഷ്യൻറ്റിനെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ടേക്ക് ഓവർ ചെയ്യുന്നു. വാർഡ് 2-ൽ അഡ്മിറ്റ് ചെയ്യുന്നു. എന്നിട്ട് കാർഡിയോളജിയിൽ മെഡിക്കൽ മാനേജ്മെൻറ്റ് തുടരുകയാണ്. പേഷ്യൻറ്റ് ദിവസവും ബ്രീഫ് ചെയ്യുന്നുണ്ട്, കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ബ്രീഫ് ചെയ്യുന്നുണ്ട്. മീൻവെയിൽ ഈ പേഷ്യൻ്റെ വിവരം ആരൊക്കെയോ വിളിച്ച് അന്വേഷിച്ചായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് PRO കാർഡിയോളജി പോയി ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ഈ പേഷ്യൻ്റെ ചികിത്സയെക്കുറിച്ച് വിളിച്ച പുറത്തുനിന്ന് അന്വേഷണം നടത്തിയവർക്ക് മറുപടിയും കൊടുത്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.